സൂറത്തുൽ ബഖറ ഖുർആൻ പഠന ക്വിസ്. ആയത്തുകൾ 116, 129 വരെ അടിസ്ഥാനമാക്കിയുള്ള ചോദ്യോത്തരങ്ങൾ. ആദ്യത്തെ ചോദ്യം: അല്ലാഹു സന്താനത്തെ സ്വീകരിച്ചു എന്ന് വാദിച്ച യഹൂദ ക്രൈസ്തവ മുശ്രിക് ചിന്തകളെ ഖുർആൻ ഏത് യാഥാർത്ഥ്യം മുൻനിർത്തി ഖണ്ഡിക്കുന്നു? ഇത്തഖദല്ലാഹു വലദ, അല്ലാഹു സന്താനത്തെ സ്വീകരിച്ചു. ഓപ്ഷൻ എ, ആകാശഭൂമികളിലുള്ളതെല്ലാം അവന് പൂർണ്ണമായി കീഴ്പ്പെട്ടവയാണ്. ഓപ്ഷൻ ബി, അല്ലാഹുവിന് മലക്കുകളുടെ സഹായം ഉള്ളതുകൊണ്ട്. ഓപ്ഷൻ സി, അവൻ മനുഷ്യരെക്കാൾ വലിയവനായതുകൊണ്ട്. ഓപ്ഷൻ ഡി, പ്രവാചകന്മാർ അതിനെ എതിർത്തതുകൊണ്ട്. ശരി ഉത്തരം: ആകാശഭൂമികളിലുള്ളതെല്ലാം അവന് പൂർണ്ണമായി കീഴ്പ്പെട്ടു ജീവിക്കുന്നവയാണ്. കുല്ലുൻ ലഹു ഖാനിതൂൻ. ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം. ബദിയുസ് സമാവാതി വൽ അർള്. മുൻ മാതൃകയില്ലാതെ ആകാശഭൂമി നിർമ്മിച്ച അല്ലാഹു ഒരു കാര്യം തീരുമാനിച്ചാൽ എങ്ങനെ നടപ്പിലാക്കുന്നു? ഓപ്ഷനുകൾ: എ, മലക്കുകളോട് കൽപ്പിച്ച് നീണ്ട കാലതാമസത്തിലൂടെ. ഓപ്ഷൻ ബി, ഉണ്ടാകൂ എന്ന് പറഞ്ഞാൽ അത് ഉണ്ടാകുന്നു. ഓപ്ഷൻ സി, പ്രകൃതി നിയമങ്ങളെ മാറ്റിമറിച്ചുകൊണ്ട് മാത്രം. ഓപ്ഷൻ ഡി, മനുഷ്യരുടെ സഹായത്തോടെ. ശരി ഉത്തരം ഓപ്ഷൻ ബി, കുൻ ഫയകൂൻ. ഉണ്ടാകൂ എന്ന് കൽപ്പിക്കുകയേ വേണ്ടൂ, അത് ഉടൻ ഉണ്ടാകുന്നു. അടുത്ത ചോദ്യം: അല്ലാഹു ഞങ്ങളോട് നേരിട്ട് സംസാരിക്കുകയോ ഒരു ദൃഷ്ടാന്തം വരികയോ ചെയ്യേണ്ടതല്ലേ എന്ന് ചോദിക്കുന്ന മുശ്രിക്കുകൾക്ക് സമാനമായ മുൻഗാമികളെ ഖുർആൻ എങ്ങനെ വിശേഷിപ്പിക്കുന്നു? ഓപ്ഷൻ എ, അവരുടെ ബുദ്ധി വളരെ ഉയർന്നതായിരുന്നു. ഓപ്ഷൻ ബി, അവരുടെ മനസ്സുകൾ പരസ്പരം സാദൃശ്യമുള്ളതാണ്. ഓപ്ഷൻ സി, അവർക്ക് പ്രത്യേക ഗ്രന്ഥം ലഭിച്ചിരുന്നു. ഓപ്ഷൻ ഡി, അവർ പ്രവാചകനെ സഹായിച്ചവരായിരുന്നു. ശരി ഉത്തരം ഓപ്ഷൻ ബി, തശാബഹത് ഖുലൂബുഹും. ഒരേ അഹങ്കാരം, ഒരേ നിഷേധ മനോഭാവം, ഹൃദയങ്ങൾ പരസ്പരം സദൃശ്യമായിരിക്കുന്നു. ആയത്ത് 119 പ്രകാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സത്യവുമായി നിയോഗിച്ചതിൽ ഏതെല്ലാം രണ്ട് ചുമതലകൾ നിർവഹിക്കാനാണ്? ഓപ്ഷൻ എ, നിയമങ്ങൾ നിർമ്മിക്കാനും നടപ്പിലാക്കാനും. ഓപ്ഷൻ ബി, യുദ്ധങ്ങൾ ചെയ്യാനും സമാധാനം സ്ഥാപിക്കാനും. ഓപ്ഷൻ സി, സന്തോഷവാർത്ത അറിയിക്കുന്നവനും താക്കീത് നൽകുന്നവനുമായി. ഓപ്ഷൻ ഡി, ഭരണാധികാരിയായും വിധികർത്താവായും മാത്രം. ഓപ്ഷൻ സി, ബഷീറും വനദീർ. സന്തോഷവാർത്ത അറിയിക്കുക, താക്കീത് നൽകുക, ഇതാണ് പ്രവാചകന്റെ ദൗത്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രബോധനം ഇത്ര വ്യക്തമാക്കിയിട്ടും നരകാവകാശികൾ അഥവാ അസ്ഹാബുൽ ജഹീം അവർ വിശ്വസിക്കാതിരുന്നതിനെ കുറിച്ച് ആയത്ത് 119 പഠിപ്പിക്കുന്ന തത്വം എന്ത്? ഓപ്ഷൻ എ, പ്രവാചകൻ അവരോട് കൃത്യമായി സംസാരിച്ചില്ല. ഓപ്ഷൻ ബി, വഴിപിഴച്ചവരുടെ കുറ്റം പ്രവാചകനോട് ചോദിക്കില്ല, ബാധ്യത എത്തിച്ചു കൊടുക്കൽ മാത്രം. ഓപ്ഷൻ സി, അവർക്ക് ഭാഷാപരമായ തടസ്സമുണ്ടായിരുന്നു. ഓപ്ഷൻ ഡി, അവർക്ക് കൂടുതൽ അത്ഭുതങ്ങൾ കാണേണ്ടിയിരുന്നു. ശരി ഉത്തരം ഓപ്ഷൻ ബി, പ്രവാചകന്റെ ഉത്തരവാദിത്തം എന്ന് പറയുന്നത് തെളിവ് എത്തിക്കൽ മാത്രമാണ്, സ്വീകരിക്കൽ അവരുടെ ബാധ്യതയാണ്. ആയത്ത് 120: യഹൂദരും ക്രിസ്ത്യാനികളും പ്രവാചകനോട് എപ്പോൾ മാത്രം തൃപ്തിപ്പെടും? ഓപ്ഷൻ എ, അവരുടെ മതമാർഗം അഥവാ മില്ലത്ത് പ്രവാചകൻ പിൻപറ്റുന്നതുവരെ. ഹത്ത തത്തബിയ മില്ലത്തുഹും.
ഓപ്ഷൻ ബി, മുസ്ലിങ്ങൾ അവർക്ക് സാമ്പത്തിക നികുതി നൽകുന്നതുവരെ. ഓപ്ഷൻ സി, മദീനയുടെ ഭരണം അവർക്ക് വിട്ടുകൊടുക്കുന്നതുവരെ. ഓപ്ഷൻ ഡി, അവർക്ക് പുതിയ വേദഗ്രന്ഥം നൽകുന്നതുവരെ. ശരി ഉത്തരം ഓപ്ഷൻ എ ആണ്. ഹത്ത തത്തബിയ മില്ലത്തഹും, അവരുടെ മില്ലത്ത് പിൻപറ്റുന്നതുവരെ മാത്രമേ അവർ സന്തുഷ്ടരാകൂ. അടുത്ത ചോദ്യം, അള്ളാഹുവിൽ നിന്ന് വിജ്ഞാനം ലഭിച്ചതിന് ശേഷവും അവരുടെ ഇഷ്ടങ്ങൾ പിൻപറ്റിയാൽ ഉണ്ടാകുന്ന ഭവിഷ്യത്ത് എന്ത്? ആയത്ത് 120 അതുള്ളത്. ഓപ്ഷനുകൾ നോക്കാം. ലോകത്ത് വലിയ യുദ്ധമുണ്ടാകും. ഓപ്ഷൻ ബി, അള്ളാഹുവിൽ നിന്ന് യാതൊരു രക്ഷാധികാരിയെയോ സഹായിയെയോ ലഭിക്കുകയില്ല. ഓപ്ഷൻ സി, വേദഗ്രന്ഥങ്ങൾ പൂർണ്ണമായി ഇല്ലാതാകും. ഓപ്ഷൻ ഡി, മനുഷ്യർക്ക് സാമ്പത്തിക തകർച്ചയുണ്ടാകും. അള്ളാഹുവിൽ നിന്ന് വിജ്ഞാനം ലഭിച്ചതിന് ശേഷവും അവരുടെ ഇഷ്ടങ്ങൾ പിൻപറ്റിയാൽ ഉണ്ടാകുന്ന ഭവിഷ്യത്താണ് പറയുന്നത്. നമുക്ക് ശരി ഉത്തരം നോക്കാം. ശരി ഉത്തരം ഓപ്ഷൻ ബി ആണ്. മാലക മിനല്ലാഹി മിൻ വലിയ്യിൻ വലാ നസീർ. മാലക മിനല്ലാഹി മിൻ വലിയ്യിൻ വലാ നസീർ. അള്ളാഹുവിൽ നിന്ന് യാതൊരു രക്ഷാധികാരിയെയോ സഹായിയെയോ അവർക്ക് ലഭിക്കില്ല. അടുത്ത ചോദ്യം, ഗ്രന്ഥം ലഭിച്ചവരിൽ ചിലർ യത്ലൂനഹു ഹഖ്ഖ തിലാവതിഹി, അർഹിക്കുന്ന രീതിയിൽ പാരായണം ചെയ്യുന്നു. ഇതിന്റെ യഥാർത്ഥ അർത്ഥം എന്ത്? ഈണം നൽകി, അതായത് ഹഖ്ഖ തിലാവതിഹി, യത്ലൂനഹു ഹഖ്ഖ തിലാവതിഹി എന്നതിൻ്റെ യഥാർത്ഥ അർത്ഥം എന്താണെന്നാണ് ചോദിക്കുന്നത്. ഈണം നൽകി വേഗത്തിൽ ഓതി തീർക്കുക. ഓപ്ഷൻ ബി, അക്ഷരങ്ങൾ തെറ്റാതെ മനോഹരമായി ശബ്ദമുണ്ടാക്കുക മാത്രം. ഓപ്ഷൻ സി, നിയമങ്ങൾ അനുസരിക്കാതെ വെറുതെ വായിക്കുക. ഓപ്ഷൻ ഡി, കപടതയില്ലാതെ അർത്ഥം മനസ്സിലാക്കി മാറ്റത്തിരുത്തലില്ലാതെ പ്രാവർത്തികമാക്കുക. ശരി ഉത്തരം നോക്കാം. ഓപ്ഷൻ ഡി, ഖുർആൻ ജീവിതത്തിൽ നടപ്പിലാക്കുകയും ഒരക്ഷരം മാറ്റാതെ അംഗീകരിക്കുകയും ചെയ്യുക. ഇതാണ് ഹഖ്ഖ തിലാവതി എന്ന് പറയുന്നത്. ആയത്തുകൾ 122, 123. ഉയർത്തെഴുന്നേൽപ്പ് നാളിനെ ഇസ്രായേൽ സന്തതികളോട് ഭയപ്പെടുത്തി വിവരിക്കുന്ന പ്രത്യേകത എന്ത്? ഓപ്ഷൻ എ, ഷഫാഅത്തും മോചനദ്രവ്യവും സ്വീകരിക്കപ്പെടാത്ത, ആർക്കു വേണ്ടിയും ഒന്നും ചെയ്യാൻ കഴിയാത്ത ദിവസം. ഓപ്ഷൻ ബി, എല്ലാവർക്കും താൽക്കാലിക മാപ്പ് ലഭിക്കുന്ന ദിവസം. ഓപ്ഷൻ സി, ബന്ധുക്കൾക്ക് പരസ്പരം സഹായിക്കാൻ കഴിയുന്ന ദിവസം. ഓപ്ഷൻ ഡി, പണ്ഡിതന്മാർക്ക് പ്രത്യേക ഇളവുകൾ ലഭിക്കുന്ന ദിവസം. ചോദ്യം ഇതാണ്, ഉയർത്തെഴുന്നേൽപ്പ് നാളിനെ ഇസ്രായേൽ സന്തതികളോട് ഭയപ്പെടുത്തി വിവരിക്കുന്ന പ്രത്യേകത എന്ത്? ശരി ഉത്തരം നോക്കാം. ഓപ്ഷൻ എ, ആ ദിവസം ഒരാൾക്കും ഒരു സഹായവും ഉണ്ടാവുകയില്ല. ഷഫാഅത്തോ മോചനദ്രവ്യമോ സ്വീകരിക്കപ്പെടാത്ത, ആർക്കു വേണ്ടിയും ഒന്നും ചെയ്യാൻ കഴിയാത്ത ആ ഒരു ദിവസം. അതാണ് 122, 123 ആയത്തുകളിൽ അന്ത്യനാളിനെ കുറിച്ച്, ഉയർത്തെഴുന്നേൽപ്പ് നാളിനെ കുറിച്ച് ഇസ്രായേൽ സന്തതികളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിക്കുന്നത്. അടുത്ത ചോദ്യം, ഇബ്രാഹിം നബിയെ കലിമാത്ത് കൊണ്ട് പരീക്ഷിക്കുകയും അദ്ദേഹം അത് തികക്കുകയും ചെയ്തതിന് അള്ളാഹു നൽകിയ പദവി. ഓപ്ഷനുകൾ നോക്കാം. വലിയ സാമ്പത്തിക സമൃദ്ധി, ഒരു വലിയ സാമ്രാജ്യത്തിന്റെ ഭരണം, ജനങ്ങൾക്ക് മാതൃകയായ നേതാവ്, ഇന്നി ജാഇലുക ലിന്നാസി ഇമാമ. ഓപ്ഷൻ ഡി, മലക്കുകളുടെ മേൽനോട്ട ചുമതല. ശരി ഉത്തരം നോക്കാം. ഉത്തരം സി ആണ്. ഇന്നി ജാഇലുക ലിന്നാസി ഇമാമ, ജനങ്ങൾക്ക് മാതൃകയായ നേതാവായി അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം അലൈഹിസ്സലാമിന് പദവി നൽകി. ഇബ്രാഹിം നബി തൻ്റെ സന്തതികളെയും നേതാക്കന്മാരാക്കണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ അള്ളാഹുവിൻ്റെ മറുപടി എന്തായിരുന്നു? ആയത്ത് 124 നമുക്കത് കാണാൻ സാധിക്കും. ഓപ്ഷൻ എ, എൻ്റെ വാഗ്ദാനം അക്രമികൾക്ക് ബാധകമല്ല. ലാ യനാലു അഹദിൽ ളാലിമീൻ.
ഓപ്ഷൻ ബി, നിങ്ങളുടെ എല്ലാ മക്കളും നേതാക്കന്മാരാകും. ഓപ്ഷൻ സി, അവർക്ക് പ്രത്യേക പരീക്ഷണം ഉണ്ടാകും. ഓപ്ഷൻ ഡി, മക്കയിൽ താമസിച്ചാൽ മാത്രം ലഭിക്കും. ചോദ്യം ഒന്നുകൂടെ നോക്കാം. ഇബ്രാഹിം നബി തന്റെ സന്തതികളെയും നേതാക്കന്മാരാക്കണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ അള്ളാഹുവിന്റെ മറുപടി എന്തായിരുന്നു? ഉത്തരം എ, ലാ യനാലു അഹദിൽ ളാലിമീൻ. എന്റെ വാഗ്ദാനം അക്രമികൾക്ക് ബാധകമല്ല. ആയത്ത് 125. ആരുടെ നിൽപ്പുസ്ഥാനത്തെ പ്രാർത്ഥനാ കേന്ദ്രമാക്കാൻ അള്ളാഹു കൽപ്പിച്ചത്? ഓപ്ഷൻ എ, മൂസാ നബിയുടെ സ്ഥലം. ഓപ്ഷൻ ബി, ഇബ്രാഹിം നബിയുടെ നിൽപ്പുസ്ഥലം. ഓപ്ഷൻ സി, ഈസാ നബിയുടെ ജന്മസ്ഥലം. ഓപ്ഷൻ ഡി, ഇസ്മായിൽ നബിയുടെ കല്ലറ. ഉത്തരം ഓപ്ഷൻ ബി, മഖാമു ഇബ്രാഹിം. ഇബ്രാഹിം നബിയുടെ നിൽപ്പുസ്ഥലമാണ്. അവിടെയാണ് അല്ലാഹു സുബ്ഹാനഹു തആല പ്രാർത്ഥന കേന്ദ്രമാക്കാൻ കൽപ്പിച്ചത്. അടുത്ത ചോദ്യം, കഅബ ശുദ്ധിയാക്കാൻ കൽപ്പിക്കപ്പെട്ടത് ഏതെല്ലാം വിഭാഗക്കാർക്ക് വേണ്ടി? ഇത് ആയത്ത് 125 ഉള്ളത്. ഓപ്ഷൻ എ, ഭരണാധികാരികൾക്കും പണ്ഡിതന്മാർക്കും മാത്രം. ഓപ്ഷൻ ബി, പ്രവാചക കുടുംബത്തിന് വേണ്ടി മാത്രം. ഓപ്ഷൻ സി, തവാഫ്, ഇത്തികാഫ്, റുക്കൂ, സുജൂദ് ചെയ്യുന്നവർക്ക് വേണ്ടി. ഓപ്ഷൻ ഡി, പാവപ്പെട്ടവർക്കും യാത്രക്കാർക്കും മാത്രം. ശരി ഉത്തരം ഓപ്ഷൻ സി, തവാഫ് ചെയ്യുന്നവർ, ഇത്തികാഫ് ഇരിക്കുന്നവർ, നമസ്കരിക്കുന്നവർ. ലിത്വാഇഫീന വൽആകിഫീന വറുക്കൈ സുജൂദ്. ആയത്ത് 126 ഇബ്രാഹിം നബി ഫലവർഗ ആഹാരം ആർക്ക് വേണ്ടിയാണ് ആവശ്യപ്പെട്ടത്? ഓപ്ഷൻ എ, അവിടെ ജനിക്കുന്ന എല്ലാവർക്കും ഒരേപോലെ. ഓപ്ഷൻ ബി, അള്ളാഹുവിലും പരലോകത്തിലും വിശ്വസിച്ചവർക്ക്. മൻ ആമന മിൻഹും ബില്ലാഹി വൽ യൗമിൽ ആഖിർ. ഓപ്ഷൻ സി, വഴിപോക്കരായ യാത്രക്കാർക്ക് മാത്രം. ഓപ്ഷൻ ഡി, അദ്ദേഹത്തിന്റെ കുടുംബത്തിന് മാത്രം. ഓപ്ഷൻ ബി, അള്ളാഹുവിലും ആഖിറത്തിലും വിശ്വസിച്ചവർക്ക്. വിശ്വാസികൾക്ക് മാത്രം ആഹാരം ആവശ്യപ്പെട്ടതിന് അള്ളാഹുവിന്റെ പ്രതികരണം എന്ത്? ആയത്ത് 126 അത് പ്രതിപാദിക്കുന്നു. ഓപ്ഷനുകൾ നോക്കാം. അവിശ്വാസികൾക്ക് ഈ ദുനിയാവിൽ ഒട്ടും ആഹാരം നൽകില്ല. ഓപ്ഷൻ ബി, അവിശ്വാസിക്കും ഭൗതിക ജീവിതത്തിൽ അല്പം സുഖം നൽകും, പിന്നെ നരകശിക്ഷ. ഓപ്ഷൻ സി, എല്ലാവർക്കും പരലോകത്ത് തുല്യ അവകാശം. ഓപ്ഷൻ ഡി, വിശ്വാസികൾക്ക് മാത്രം ഭൗതിക സമൃദ്ധി. ശരി ഉത്തരം നോക്കാം. ഉത്തരം ബി, ദുനിയാവിൽ അല്പസമയം, ആഖിറത്തിൽ നരകം. ഇതാണ് കുഫറിന്റെ അന്ത്യം എന്ന് പറയുന്നത്, കാഫിറിന്റെ അന്ത്യം എന്ന് പറയുന്നത്. വമൻ കഫറ ഫഉമത്തിഉഹു ഖലീലൻ സുമ്മ അൽതറുഹു ഇലാ അദാബിൻ നാർ. അടുത്ത ചോദ്യം, കഅബ പണിയുമ്പോൾ ഇബ്രാഹിം, ഇസ്മായിൽ നബിമാർ ചൊല്ലിയ ദുആ ഏത്? ഓപ്ഷൻ എ, ഞങ്ങളുടെ റബ്ബേ, ഞങ്ങൾക്ക് ദുനിയാവിൽ വലിയ സമ്പത്ത് നൽകണമേ. ഓപ്ഷൻ ബി, ഞങ്ങളുടെ റബ്ബേ, ഞങ്ങളിൽ നിന്ന് ഇത് സ്വീകരിക്കണമേ. ഓപ്ഷൻ സി, ഞങ്ങളുടെ റബ്ബേ, ശത്രുക്കളെ നശിപ്പിക്കണമേ. ഓപ്ഷൻ ഡി, ഞങ്ങളുടെ റബ്ബേ, ഞങ്ങളെ പ്രവാചകന്മാരാക്കണമേ. കഅബ പണിതുയർത്തുമ്പോൾ ഇബ്രാഹിം, ഇസ്മായിൽ നബിമാർ ചൊല്ലിയ ദുആ ഏതാണ് എന്നാണ് ചോദ്യം. ഉത്തരം നോക്കാം. ഓപ്ഷൻ ബി, റബ്ബന തഖബ്ബൽ മിന്ന, ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണമേ. ഇതിലെ വിനയം ഏറ്റവും ആഴമേറിയ പ്രാർത്ഥനയാണ്. റബ്ബന തഖബ്ബൽ മിന്ന. അടുത്ത ചോദ്യം, ആയത്ത് 128 ഞങ്ങളെ നിനക്ക് പൂർണ്ണമായി കീഴൊതുങ്ങുന്നവരാക്കണമേ, ഒപ്പം സന്തതികളിൽ നിന്ന് ആവശ്യപ്പെട്ടത് എങ്ങനെ? ഓപ്ഷൻ എ, വലിയ യുദ്ധവീര്യമുള്ള ഒരു ജനതയെ. ഓപ്ഷൻ ബി, കച്ചവടത്തിൽ മികച്ചു നിൽക്കുന്ന ഒരു സമുദായത്തെ. ഓപ്ഷൻ സി,
അള്ളാഹുവിന് പൂർണ്ണമായി കീഴൊതുങ്ങുന്ന ഒരു സമുദായത്തെ. ഓപ്ഷൻ ഡി, എല്ലാ ശാസ്ത്രശാഖകളും പഠിച്ച ഒരു ജനതയെ. ശരി ഉത്തരം നോക്കാം. ഓപ്ഷൻ സി, ഉമ്മത്തൻ മുസ്ലിമത്തൻ ലക. ആയത്ത് 128 നമുക്ക് കാണാൻ പറ്റും. റബ്ബന വജഅൽന മുസ്ലിമൈനി ലക, ഞങ്ങളെ നിനക്ക് പൂർണ്ണമായി കീഴൊതുങ്ങുന്നവരാക്കണമേ എന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം വമിൻ ദുരിയത്തിന, ഞങ്ങളുടെ സന്തതികളിൽ നിന്നും ഉമ്മത്തൻ ഒരു സമുദായത്തെ മുസ്ലിമത്തൻ ലക, നിനക്ക് പൂർണ്ണമായി കീഴൊതുങ്ങുന്ന ഒരു സമുദായത്തെ എന്ന് അവർ പ്രാർത്ഥിക്കുകയുണ്ടായി.